ഓം ഗം ഗണപതയേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്വജം ഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വെള്ളപ്പളങ്കു നിറമൊത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞ് കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കൻ ഉള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതീ നീ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമസ്തുതേ. സൃഷ്ടിസ്ഥിതി വിനാശാനാ ശക്തിബോധേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നാരായണി നമസ്തുതേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥലകൗസ്തവശ്രീയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമാം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതീം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. സ്കന്ദായ കാർത്തികേയായ പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ലോകപൂജ്യം മഹാവീര്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഓം ശ്രീരാമചന്ദ്രായ തേ നമഃ. മാരുതനന്ദനൗഷധത്തിനങ്ങ് മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരും അറിയാതെ ചെന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിയഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ ചിന്താവശനായി മുഹൂർത്തമിരുന്നവൻ അന്തർഗൃഹത്തിങ്കൽ നിന്ന് പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിയഞ്ചരാധിപൻ കാലനേമിഗ്രഹം ഭാവിച്ച അളവതി വിസ്മയം പൂണ്ടവനാ പൂർണ്ണമോദം തൊഴുതു സന്ത്രസ്തനായി അർഘ്യാദികൾ കൊണ്ട് പൂജിച്ച് ചോദിച്ചാൻ അർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം. ഇങ്ങനെ മറ്റുള്ള അകമ്പടി കൂടാതെ ദുഃഖനിപീഡിതയാകിയ രാവണൻ അക്കാലനേമിതന്നോട് ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതും ഒക്കെ നിന്നോട് ചൊല്ലുവാനെത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നോടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലെ. പിന്നെ വിരിഞ്ചാസ്ത്രമെയ്തു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയും അടുപ്പിച്ചിതാത്മജൻ ഇന്ന് ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുത നന്ദനൻ ഔഷധത്തിന് പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമതിന് നീ നിന്നോട് ഉപായവും ചൊല്ലാമതിന്നടോ. താമസനായി ചെന്ന് മാർഗമധ്യേ പൊക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനൻ. സാമവേദജ്ഞ സർവജ്ഞ ശല്യങ്കേശ്വര
സാമമാം എന്നുടെ വാക്കു കേൾക്കണമേ. നിന്നെക്കുറിച്ച് മരിപ്പതിനെക്കാലം എന്നുള്ളിൽ ഏതും മടിയില്ല നിശ്ചയം. മാരീചനെ കണക്കെ മരിപ്പാൻ മനതാരിൽ എനിക്ക് ഏതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളും നല്ല മക്കളും പ്രത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ട് ദുഃഖമൊഴിഞ്ഞതെന്തോ ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ടു പിന്നെ ഒരു ഫലം? എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്തജടാത്മകമായ ദേഹം കൊണ്ട് എന്തു ഫലം തവ ചിന്തിച്ചു കാൺകടോ. സീതയെ രാമന് കൊണ്ട കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. കാനനന്ദനൽ മുനിവേഷവും പൂണ്ടു മാനസ ശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷസ്ത്യുതായ ശുദ്ധതോയെ കുളിച്ച് അത്യന്ത ഭക്തിയോടർക്കോദയം കണ്ട് സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു ദുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ട് സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടാത്മാനം ആത്മന സ്വാത്മോദയം കണ്ട് സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതിര്യഗ്മാനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭപര്യന്തമായ എന്തോന്ന് താൽപ്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും. സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിനേകതാ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിതശ്വേത കൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതുമായ പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളിടും തൻ്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ച് തൻ്റെ വശത്താക്കും ആത്മാവിനെ അവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യം ആത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്ത് തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു ശുദ്ധനാത്മാപരനേകനവളോട്. യുക്തനായി വന്ന് പുറത്തു കാണുന്നിതു തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിത് അന്വഹം മായാഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധിതനായ നിവൃത്തേന്ദ്രിയനും കാണുന്നത് ആത്മാവിനെ സ്പഷ്ടമായി സദാ വേണ്ടുന്നതെല്ലാം അവന് വന്നു തഥാ ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും. നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്ന് മുക്തനായി ആദ്രപ്രകൃതി വിമുക്തനാത്മാവിതന്നജ്ഞത്വാ നിരസ്താശയാജിതകാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികല്പമില്ലോർക്ക നീ. ധ്യാനിപ്പതെന്ന് സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനെ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച് അത്യന്തശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം ഹൃൽപത്മകർണികാമധ്യേ സുവർണപീഠോൽപലേ രത്നഗണാഞ്ചിതേ നിർമ്മലേ ശ്ലഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാലമിലോചനമൈരാവതിം തുല്യപീതാംബരധരം ഹാരകിരീടകേയൂരാംഗതാങ്കുലീയോരു രത്നനാഞ്ചിത കുണ്ടലനൂപുര ചാരു കടക കടിസൂത്ര കൗസ്തുഭ സാരസമാല്യ വനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദിസ്ഥം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരീതം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. ജന്മജന്മാന്തരത്തിങ്കലുമുള്ള ഒരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വിടഞ്ഞതേ ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കുനി. ദേവം പരേ പൂർണ്ണമേകം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാധിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കുക. ക്രോധ താമ്രാഷനായി വാളുമായി തൽക്കളം ഛേദിപ്പതിനൊരും പെട്ടു ചൊല്ലിടിനാൻ.
നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനിക്കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമടോ. കാലനേമീക്ഷണതാചരണനേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനൻ. രാക്ഷസരാജ ദുഷ്ടാത്മൻ മതി രൂക്ഷ സ്വഭാവം ഇതുകൊണ്ടു കിം ഫലം? നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പനെന്നുടെ സൽഗതിക്കെന്ന് നീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിനു ഞാൻ അദ്യ സമുദ്യുക്തനായൻ. മടിയാതെ എന്ന് പറഞ്ഞു ഹിമാദ്രി പാർശ്വേദൃശം ചെന്നിരുന്നാൻ മുനിവേഷനായി തൽക്ഷണേ. കാണായിതാശ്രമമായ വിരചിതം നാനാമുനിജനസേവിതമായതും ശിഷ്യജനപരിചാരക സംവിധം മൃഷ്യശ്രമം കണ്ടുവായോ തനയനും ചിന്തിച്ചു നിന്നാൻ ഇവിടെ ഒരാ ആശ്രമമേ. എന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കണമെന്ന് മനോവിഭ്രമമല്ലല്ലേ. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്ത് ദാഹം തീർത്തു കാണാം മഹൌഷധം നിൽക്കുമത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ. യുദ്ധം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ഡമായ ശ്രമം രംഭാപനസ ഖർജുരം കേരാമ്രാതി സമ്പൂർണമത്യുശ്ചതോയ ഭാവേയുധം. കാലനേമിത്രിയാമാചാരനും തത്ര ശാലയില്ലത്തിക് സദസ്യാദികളോടും ഇന്ദ്രയോഗം ദൃഢമമ്മാർ അനുഷ്ഠിച്ചു ചന്ദ്രചൂടപ്രസാദം വരുത്തിയിടുവൻ. ഭക്തിയാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനേനും ഇങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിദേവമ നാമം പവനജനാനന്ദനൻ. രാമകാര്യാർത്ഥമായി ശ്രീരാംപുരാശിക്ക് സാമോദമെന്നു പോകുന്നു തപോനിതേ. ദേഹരക്ഷാർത്ഥം ഇവിടേക്ക് വന്നിതോ ദാഹം പോറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവൻ. എങ്ങും ജലസ്ഥലം എന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരുതെന്നേൻ മനോഗതം. മാരുതി ചൊന്നത് കേട്ട് നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ. മാമകമായ കമണ്ഡലസ്ഥം ജലമാമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞെന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി. ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നത് സുവ്യക്തമായതുകൊണ്ട് ചൊല്ലിയിടുവാൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്ന് എഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാൾ. യുദ്ധമാകർണ ചെന്നാൻ കവിപൊങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പെരുതുമേ ദാഹം അതുകൊണ്ട് പോരാ കമണ്ഡലോ സംസ്ഥിതമാം ജലം. വായുധനയനേവം ചൊന്ന നേരത്തുമായ വിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കുന്ന പോയോ മുതാകാലനേമിയും ചൊല്ലിനാൻ. നേത്ര നിമീലനം ചെയ്തു പാനീയവും പീത്വാ മമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്ക് ഔഷധം കണ്ടു കിട്ടുവാനില്ല എന്ന് നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ. എന്നത് കേട്ട് വിശ്വാസേന മാരുതി ചെന്നാൻ അയച്ച വടുവിനോടും മുത കണ്ണുമടച്ചു ഭാവേതടം പ്രാപിച്ച് തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ. വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവി വീരനെ തിന്നു കളവാനൊരുമ്പെട്ട നേരത്ത് കണ്ണുമിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടൊരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവിവരൻ. ദേഹം ഉപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം. ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സരസ്ത്രീമണി വാദാത്മജനോട് ചെന്നാളതു നേരം. നിന്നുടെ കാര്യം ഉണ്ടാകയാൽ എനിക്ക് ഇന്ന് വന്നു ശാപമോക്ഷം കവിവരാം. മുന്നമൊരു അപ്സരസ്ത്രീ ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും ധന്യമാലിതേ മേ നാമം മഹാമതേ. മാനിനാ നീ ഒന്ന് ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേ മഹാഖലൻ രാവണപ്രേരിതനായി വന്നിരുന്നവൻ. താവക മാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിതു താപസദേവ ഭൂദേവാദി ഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി കവിതാവംശമവശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു.
വാനരവീര കുശലം ഭവിക്കതേ. പോയാൾ ഈ വണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമിതൻ അന്തികെ വന്നാനവനോട് ചെന്നാനൽ സുരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ. കാലമിനി കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്യുവാൻ അശുചൻ ദക്ഷിണയും തന്നെ അഭിവാദ്യവും ചെയ്യുക. ദക്ഷിണായി വന്നുകൂടും ഭവാൻ നിർണയം തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കവിവരൻ ഒന്നടിച്ചാനത് കൊണ്ടവനും തഥാ ചെന്നു പൊക്കിയിടിനാർ ധർമ്മരാജാലയം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധം ഔഷധാവാസ വൃഷഭാദ്രിയും കണ്ടദേശ ഔഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ച് പർവ്വതത്തെ പറിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്ന് അൻപോട് രാഘവൻ മുമ്പിൽ ചിണ്ടൽ തീർത്തിടനൻ വൻപടയ്ക്കന്നേരം കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൽ കാറ്റു തട്ടിയ നേരത്ത് ദോഷമകന്നെഴുന്നേറ്റിരുന്നെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാകണം ഇന്ന് തൻ ശൈലമില്ലൊരു സംശയം. അല്ലായെങ്കിലെങ്ങനെ രാത്രിയഞ്ചരബലം കൊല്ലുന്നത് എന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർത്താൻ കവിപൊങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിൽ ഇട്ടിടിനാരുന്നത് കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. രാഘവന്മാരും മഹാകവിവീരനും ശോകമകന്നു കളഞ്ഞു വാഴും വിധവും മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനേനും അങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിന് വാനരരൊക്കെ കടക്ക മുറിക്കും മതിലുകൾ വായിക്ക ഗ്രഹങ്ങളിൽ ഒക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കതിരെ കൂപതടാകങ്ങൾ തോർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരരുൾക്കരുത്തുള്ളവരുന്ന് ഉണ്ടെങ്കിലോ വെന്തു പോറാഞ്ഞാൽ പുറത്തു പുറപ്പെട്ട് അന്തകൻ വീട്ടിനയക്കാമനുഷണം എന്നത് കേട്ടവൻ കൊള്ളിയും കൈക്കൊണ്ട് ചെന്ന് തെരുതെരെ വെച്ചു തുടങ്ങിനാൻ പ്രാസാദ ഗോപുര ഹർമ്യഗേഹങ്ങളും കാശീസകാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും മായാധനങ്ങളും അജ്ജനശാലയും വാരണവൃന്ദവും വാജീസമൂഹവും തേരുകളും വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളം എത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാൻ അനാകുലം മാരുതിയിട്ടതിലേറെ നന്നായി ചമച്ചൊരു ലങ്കാപുരം ഭൂതിയായി വന്നിതും രാത്രിയഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു മാർത്തി മുഴുത്തു തെരുതെരച്ചാകയും മാർത്താണ്ഡ ഗോത്രജാനാകിയ രാഘവൻ കോർത്തുമോർത്തുള്ള ശരങ്ങൾ ഒഴിക്കുകയും ഗോത്രാരിജിത്ത് ജയിച്ചതും എത്രയും പാർത്തോളം അത്ഭുതമെന്നു പറയുകയും രാത്രിയഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിയഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാനാഥഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞതോ ചിന്ത മുഴുത്തത് ശാനനും വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകുന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനു അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ. കമ്പനൻ താനും പ്രജങ്കനും എത്രയും വൻപുള്ള യുവാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നള ബിംബം കലർന്നെടുത്താർ കവിവീരരും. രാത്രിയിലാർത്ത് അങ്ങടുത്തു പൊരുതൊരു രാത്രിയഞ്ചരന്മാർ തെരുതെരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചും അടിച്ചും ഇടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചേറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകാനായി ചെന്ന് ചൊല്ലിയടുക്കുകയും വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളയവരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പൊക്കിതേറ്റ രക്ഷോഗണം. കമ്പനൻ വൻപോടെടുത്താൻ അത് നേരം അമ്പുകൊണ്ടേറ്റ മകന്നു കവികളും കമ്പം കലർന്നോ ഒഴിച്ചാരത് കണ്ടത ജംഭാരി നന്ദനപുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിൻപേ തുടർന്നങ്ങടുത്താൻ പ്രജങ്കനും
യൂപാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചെടുത്താരത് നേരം അങ്കദൻ കൗണവന്മാർ മൂവരോടും പൊരുതതി ക്ഷീണനായി വന്നിതു ബാലേതനയനും മൈന്ദനുമാശി വിവിധനുമായി തത്ര മന്ദേതരം വന്നെടുത്താരതു നേരം ഒന്നാൻ പ്രജങ്കനെ താരേയനുമഥ പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയുമത മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ നക്തഞ്ചരവരന്മാരവർ നാൽവരും മൃത്യോപുരം പ്രവേശിച്ചോരനന്തരം കുംഭൻ അണഞ്ഞു ശരം പൊഴിച്ചിടനാൻ വൻപരാം വാനരന്മാരൊക്കെ മണ്ടിനാർ സുഗ്രീവനും തേരിലമ്മാറു ചാടി വീണുഗ്രതയോടവൻ വിൽ കളഞ്ഞിടിനാൻ മുഷ്ടയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ദിയിൽ വാരാനിധിയും കലക്കി മറിച്ചത് ഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ സൂര്യാത്മജനും അത് കണ്ടു കോപിച്ച് സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ സുഗ്രീവനഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംബൻ പരിഘവുമായുടൻ സംഹാര രുദ്രനെ പോലെ രണാജീരെ സിംഹനാദം ചെയ്തെടുത്താനത് നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാതാത്മജനഗ്രേ ചെറുത്താൻ നികുംബനെ തൽക്ഷണേ മാരുതി മാറിലടിച്ചാൻ നികുംബനും പാരിൽ നുറുങ്ങി വീണുതൽ പരിഘവും ഉത്തമാംഗത്തെ പറിച്ച് എറിഞ്ഞാനതി ക്രുദ്ധനായൊരു ജഗൽപ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കവിവൈരരും ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ കുംഭാദികൾ മരിച്ചൊരു ദന്തം കേട്ട് ചെമ്പാരി വൈരിയും ഭീതി പൂണ്ടിയിടിനാൻ പിന്നെ കരാത്മജനാം മകരാക്ഷനോട് അന്യൂനകോപേന ചൊന്നാൻ ദശാനനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചിതങ്ങ് വന്നിടുകെന്ന നേരം മകരാക്ഷനും തൈനുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോട് അടുത്തു രണാങ്കണേ പന്നകതുല്യങ്ങളായ ശരങ്ങളെ വഗ്നികീലാകാരമായി ചുരിഞ്ഞിടിനാൻ നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരൻ ചെന്നഭയം ധരിക്കുന്നു രാമാന്തി നിന്നു പറഞ്ഞത് കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ ഉള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞു പാണങ്ങൾ തൂകിയിടിനാൻ ഒന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതു നിൽക്കും നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽ പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താനെയ്തു രാഘവൻ സാരഥി തന്നെയും കൊന്നാനത് നേരം പാരിലമ്മാറു ചാടി ശൂലവും കൊണ്ട് പാരമടുത്ത് മകരാക്ഷനെത്തതാ പാവകാസ്ത്രം കൊണ്ട് കണ്ഠവും ഛേദിച്ച് ദേവകൾ കാപത്തുമുട്ടു തീർത്തിയിടിനാൻ രാവണിതാൻ അതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പുരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാനത് കേട്ട് ദേവകുലാന്തകനാകിയ രാവണൻ ഈ 7 ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ അപ്പോഴത് കണ്ടു മേഘനിനാഥനും തൽപാദയത്മം പണിതു ചൊല്ലിയിടിനാൻ ഇപ്പോഴടിയൻ അരികെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തഃപുരം പൊക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുത് കാരണം യുദ്ധം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുൽസ്ഥനോട് യുദ്ധമുണർത്തി അരുളിനാൻ നിത്യം മറഞ്ഞു നിന്നങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയ്തുടൻ അന്തം വരുത്തുന്നത് എത്ര നാളേക്ക് പൊറുക്കണമിങ്ങനെ ബ്രഹ്മാസ്ത്രമെയ്തു നിശാചരന്മാർ കുലമുന്മൂലനാശം വരുത്തുക സത്വരം സൗമിത്രി ചെന്ന വാക്കിങ്ങനെ കേട്ടതാ രാമഭദ്രസ്വാമിതാൻ അരുൾ ചെയ്തു ആയോധനത്തിങ്കലോടുന്നവരോട് ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതാഹമസ്ത്രം പ്രയോഗിക്കരുതോ പാതകമുണ്ടാമതല്ലായെങ്കിലേവനും ഞാനിവനോട് പോർ ചെയ്വനെല്ലാവരും ദീനതയെന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടോരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൊക്കുമായ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായ സീതയെ കണ്ടു ദുഃഖിച്ചു മാരുതിദാനം പരവശനായതു
വാനരവീരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേതി വാവെട്ടും അയ്യൽ മെഴിയാൽ മുറവിളിച്ചിടിനാൾ. ചോരയും പാലിൽ പരന്നിതത് കണ്ട് മാരുതി ജാനകി എന്നത് വീടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരം എന്തുള്ളതീശ്വര. നാമിനി വാങ്ങുക സീതാപദം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ച് ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നത് കണ്ട് രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവൻ തന്നോട് സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ട് പോന്നിതു? പോരൻ പുറം തിരിഞ്ഞിടുമാറില്ലവൻ. നീ കൂടെ അങ്ങ് ചെന്നിടുക സത്വരൻ ലോകേശ നന്ദനാ പാർക്കരുതേതുമേ. യുദ്ധമാകർണ്യ വിധുസുതനും കപിസത്തമന്മാരുമായി ചെന്നു ലഘുത്തരം. എന്തുകൊണ്ടിങ്ങി വാങ്ങിപ്പോന്നിതു ഭവാൻ? ബന്ധമെന്തങ്ങോട്ട് തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ. ഇന്ന് പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഉണ്ടോരവസ്ഥയുണ്ടായിട്ടിത് എപ്പോഴേ ചെന്ന് ജഗൽസ്വാമിയോടുണർത്തിക്കണം. പോരിക നീയും ഇങ്ങോട്ടിനി എന്നുടൻ. മാരുതി ചെന്നത് കേട്ടവൻ താനുമായി ചെന്ന് തൊഴുതുണർത്തിച്ചതു മൈഥിലി തന്നെ നാശവൃത്താന്തമേ പേരുമേ. മോഹിച്ചു ഭൂമിയിൽ വീണു രഘുത്തമൻ സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്ന് മടിയിലെടുത്തു ചേർത്തേടിനാൻ. മന്നവൻ തൻ പദമഞ്ജനാപുത്രനും ഉത്സംഗസീമനെ ചേർത്താനത് കണ്ടു നിസ്സഞ്ചരായൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകൾ ഒക്കെ പറഞ്ഞു തുടങ്ങി. കുമാരനും എന്തൊരു ഘോഷമുണ്ടായതെന്ന് ആത്മനി ചിന്തിച്ച് അവിടേക്ക് വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞതു ആദരിശ്വാത്മജൻ ചെന്ന വൃത്താന്തങ്ങൾ കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ, ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കൽ ആരും ഉണ്ടായി വരാ. മായാനിപുണനാം മേഘനിനാഥനിൻ കാര്യമനുഷ്ഠിച്ചത് എന്തിനെന്നാശുകൾ മർക്കടന്മാർ ചെന്ന് ഉപദ്രവിച്ചിടാതെ തക്കത്തിലാശ് നികുംഭിലയിൽ ചെന്ന് തുക്കുളൻ തന്നെ ഹോമം കഴിപ്പതിൻ ആയിക്കൊണ്ട് കണ്ടൊരുപായം അത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കണം, അല്ലായെങ്കിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവസ്വാമിൻ ജയ ജയമാനസ വ്യാകുലം തീർന്നെഴുന്നേൽക്കതയാനിതേ. ലക്ഷ്മണനും അടിയനും കവികുലമുഖ്യം പ്രവരുമായിട്ട് പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതുമേതുമേ. യാത്ര അയക്കണമെന്ന് വിഭീഷണൻ ചൊന്നത് കേട്ടളവ് ആലസ്യവും തീർന്നു മന്നവൻ പോകാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്ത് കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്ന് ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നുവരികെന്ന് അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോട് മഹാകവിസേനയും രക്ഷോവർണം നടന്നാരതു നേരം മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരിധാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും ധീരൻ പ്രമാദി ശതബലി ജാംബവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലിശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേധുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും മറ്റും നടന്നിതു. ലക്ഷ്മണൻ തന്നോട് മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭില പൊക്കു നിറഞ്ഞിതു. നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ. രാവണി കല്ലും മലയും മരവും എടുത്തുകൊണ്ട് എല്ലാവരുമായി എടുത്തു കവികളും ഏറ്റുമേറും കൊണ്ട് വീണു തുടങ്ങിനാൽ അറ്റമില്ലാതോരോ രാക്ഷസവീരനും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരെ ചെറ്റകറ്റി ഒഴിഞ്ഞെന്ന് കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കെൽപ്പോഴെടുത്തു പോരെന്നടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടെടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നിഹിംബിലയാൽ തറമേലേറി നിന്നു ദശാനനപുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ടത തീർന്നു പറഞ്ഞു തുടങ്ങിനാൻ. വീരാകഴഞ്ഞീല ഹോമമിവനെങ്കിൽ നേരെ വെളിച്ചത്ത് കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ട് വന്നത് കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയമടുത്തിവന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇത്തം വിഭീഷണൻ ചെന്ന നേരത്ത് സൗമിത്രേ ഈ അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ.
പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ട് തടുത്തിന്ദ്രജിത്തും അത്യർത്ഥം അസ്ത്രങ്ങളെ തേടിനൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾ സുതൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ട് തൽക്ഷണം ചൊന്നാൻ ദശാനനപുത്രനും രാക്ഷസജാതിയിൽ വന്ന് പിറന്ന നീര് സാക്ഷാൽ പിതൃവ്രനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിന് ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നത് ഓർത്തിയിടിനാൽ എത്രയും നന്നത്രേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്ക് പാർത്ത് കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിയ നീ വംശം മുടിക്കുന്നതിന്ന് നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവൻ ഇന്നു ഞാൻ അംശുമാലേകുലം നായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞത ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാ, വിശേഷിച്ചും കണ്ടുകൊള്ളായില്ലെന്നു ഞാൻ നിന്നുടൽ കൊണ്ട് ജന്തുക്കൾക്ക് ഭക്ഷണമേകുവാൻ. യുദ്ധം പറഞ്ഞ് 7 ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ച് സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനരവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേൽമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രേ കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായത് നക്തഞ്ചരനും സുമിത്രാതനയനും ഭാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്ന് സാരഥി തൻ്റെ തലയും മുറിച്ചത് സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാവമെടുത്തു കുലച്ചു വന്നറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ട ആത്മജന നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ച് ഏറ്റമടുത്തു ബാണങ്ങൾ തൂക്കിയിടിനാൻ. സത്വരൻ ലങ്കയിൽ ചെന്നു തേരും പൂട്ടി വിത്രിതം വന്നിതു രാവണപുത്രനും ആരുമറിഞ്ഞീല പോയതും വന്നതും. നാരദൻ താനും പ്രശംസിച്ചു തന്നേരം ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ട് ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതില്ലിനിയുണ്ടാകുകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാർ ഉണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിന് മധ്യേ ദിവസത്രയം കഴിഞ്ഞു ഭൃശം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവ ദൈവതം അസ്ത്രം കുമാരനും ലാഘവൻ ചേർന്ന് കരേണ ബന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംബോരുഹം മാനസെ ചിന്തിച്ചുറപ്പിച്ച് അയച്ചാനത് ചെന്ന് പങ്ക്തി കണ്ട ആത്മജൻ ഖണ്ഡവും ഛേദിച്ച് സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാ തൂണിയിൽ വന്നു പൊക്കോ ശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടൽ ആമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ട മാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വർഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിന. നേത്രങ്ങളായിരവും വിളങ്ങിത്തതാ ഗോത്രാരി താനും പ്രസാദിച്ചിതേറ്റവും. താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും. ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റം ആനന്ദിച്ചിതാശു വിരിഞ്ചനു വന്നേരം. ശങ്കാവിഹീനം ചെറുഞാണൊലിയിട്ടു ശംഖം വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി. മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ ഗാഠമായ ആലിംഗനം ചെയ്തു രാഘവൻ ഊഢമോദം മുകർന്നിടിനാൻ മൂർധന്. ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു ദുഷ്കരം എത്രയും നീ ചെയ്ത കാര്യം. രാവണയുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിയ നീ. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താൽ ഇനി ദശഗ്രീവനും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ നമഃ.